Okay, dears. Next here, the activities of the grain as big as hen's egg. First one, let's revisit the story. ഈ സ്റ്റോറി നമുക്ക് റിവിസ്റ്റ് ചെയ്യാം. How did the wise man try to find the details of corn? എങ്ങനെയാണ് ഈ wise man ഇതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തുന്നത്? How did the wise man try to find? കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്താണ്? Okay, first one. Second one, why was the great grandfather healthier than his son and his grandson? എന്തുകൊണ്ടാണ് why was the great grandfather മകനേക്കാൾ healthy ആണ്? എന്തുകൊണ്ടാണ്? What is the reason? Because കൊണ്ട് ആൻസർ ചെയ്യാം. Third one, how did the king became aware of merit of labor? എന്തുകൊണ്ടാണ് how did the king became aware of the merit of labor? ലാബറിന്റെ തൊഴിലിന്റെ മഹത്വം അല്ലെങ്കിൽ merit ഗുണത്തെ കുറിച്ച് ഇയാൾ അവെയർ ആകാൻ കാരണം എന്താ? At the end of the story, സ്റ്റോറിയുടെ അവസാനം ഇയാള് അവെയർ ആകാൻ കാരണം എന്താണ്? Fourth question, how was the life in people in olden days? പഴയ കാലത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? Activity first one, the journey of the big grain the corn started when the children playing found the corn in a raving and ended when it reached the old peasant grandfather. ഈ ബിഗ് ഗ്രെയിനിന്റെ യാത്ര കുട്ടികളുടെ അടുത്തുനിന്ന് രാജാവിന്റെ അടുത്തെത്തി അവസാനം പെസൻസ് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തെത്തി അല്ലെ? ഹു അൺഫോൾഡഡ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ഗ്രെയിൻ? ആരാണ് ഇത് അൺഫോൾഡ് ചെയ്തത്? ഇതിന്റെ രഹസ്യം പുറത്തെത്തിച്ചത്, ചുരുളഴിച്ചത്? ലെറ്റ്സ് കംപ്ലീറ്റ് ദ ജേർണി ഓഫ് ദ ബിഗ് ഗ്രെയിൻ ആൻഡ് കോൺ ബൈ ഫില്ലിംഗ് ഇൻ ദ എംപ്റ്റി ബോക്സ്. ഈ എംപ്റ്റി ബോക്സ് ഫില്ല് ചെയ്തിട്ട് ആ യാത്ര നിങ്ങൾ പൂർത്തിയാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആക്ടിവിറ്റി, the king sent for the old grandfather and he was brought before the king. The king sent for the old man's grandfather. King sent for the old man's grandfather and was brought before the king. The king showed him his grain and great grandfather looked at it and smiled. ഈ കിങ് എന്ത് ചെയ്തു? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് കൊടുത്തു. അങ്ങനെ അതിലേക്ക് നോക്കിയിട്ട് അയാൾ പുഞ്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ you can imagine and write the possible conversation between king and the great grandfather. ആ സമയത്ത് കിങ്ങും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ എന്തായിരിക്കും? You can write on the okay, king and great grandfather എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ, സങ്കല്പത്തിലുള്ള ഇതുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ട. You can write down your own first and send to your teacher. Then teacher will send you the answer. Okay. Then next activity, activity 3. Look at the pictures carefully. ഈ picture നന്നായി നോക്കാം. Do you see flies hovering over the fruits in basket A? Basket A യിൽ ഈച്ചകൾ പറക്കുന്നു. Basket B യിൽ അങ്ങനെയല്ല. What is the reason? What will be the reason? Why do you think there are no flies around the fruits in basket B? Discuss and write. എന്തുകൊണ്ടായിരിക്കും basket B യിൽ ഒരു ഈച്ച പോലും ഇല്ല? എന്തായിരിക്കും കാരണം? You can write on the discuss and write. Ask your students, your classmates, and write down here. Then 94. In Kerala, we most of vegetables and food items from markets, but there are many people who grow vegetables and food grains in their houses, farm school. പല ആളുകളും നേരെ തിരിച്ചാണ്. നമ്മളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും മറ്റു സ്റ്റേറ്റുകളിൽ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നു, കൊണ്ടുവരുന്നു. Name some vegetables and fruits you can cultivate at home in your school. നിങ്ങളുടെ സ്കൂളിലും വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയൊക്കെ പേര് you can write down. Simple question ആണിത്. Now write down the advantage of growing vegetable and fruits at home. വീട്ടിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും വളർത്തുന്നതിന്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്താണ് എഴുതുക. The following hints will help you. താഴെ കാണുന്ന ഹിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫ്രഷ് ആണ്, പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, ഹെൽത്തി ലൈഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഉണ്ടാവും, സ്ട്രെസ് റിഡക്ഷൻ ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അഡീഷണൽ ഇൻകം കിട്ടും, നാച്ചുറൽ മാനർ കിട്ടും. ഓക്കെ, ഇതൊക്കെ ഈ ഹിന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് you can write on a fourth sentence in this given space. Okay. Then activity 5. The king desired to honor great grandfather-നെ എന്ത് ചെയ്തു? ബഹുമാനിക്കാൻ വേണ്ടി തീരുമാനിച്ചു. He organized a function to felicitate him. ആദരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. The great grandfather made a speech about the difference between the lifestyle and methods of farming during on time and that of present generation. ഇന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും പ്രസന്റ് ജനറേഷന്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അതിന്റെ ഗുണങ്ങളും ഒക്കെ
ഒക്കെ വെച്ചിട്ട് ഒരു പ്രസംഗ ഇയാൾ പ്രസംഗിച്ചു. വാട്ട് വുഡ് ബി ദ ലൈക്ലി സ്പീച്ച് മെയ്ഡ് ബൈ ദി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ? റൈറ്റ് ദ സ്പീച്ച് യൂസിങ് ദ ഹിൻസ് ഗിവൻ ഇൻ ദ ബോക്സ് ബിലോ. താഴെ കുറച്ച് ബോക്സ് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ മനോഹരമായ ഒരു സ്പീച്ച് ഉണ്ടാക്കാം. എന്താണ് ടോപ്പിക്? എന്താണ്? യെസ്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണം ഉപയോഗിച്ച് ജീവിക്കണം, ഇന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. യു ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, യു ക്യാൻ യൂസ് ദിസ് you can use hints from these two columns, two boxes that given below. Okay, next and sixth activity, look at the word given below. Compare the features of old persons and great grandfather. Old personsന്റെയും ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദറിനെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക. One is done for you, ഒന്ന് കൊടുത്തിട്ടുണ്ട്. Then you can take it from that box. Everything is option. Multiple choice question is very simple question. You can write your own. Don't ask any question to your teacher. You can just help only. You can write your own answer. You can take it from your options. Okay. Old person, poor eyesight. Great grandfather, bright eyes. And you can look back to your textbook and write down here. Okay. Next one. Using the word you have listed. The listed in the session. Write a description each about the old person and great fan. ഓരോരുത്തരെ കുറിച്ചും വിവരിച്ച് ചെയ്ത ഡിസ്ക്രിപ്ഷൻ. ഓരോരുത്തരെ കുറിച്ചും ഹെയർ ഇങ്ങനെയാണ്, പല്ല് ഇങ്ങനെയാണ്, സംസാരം ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ഓൾഡ് പെർസെന്റിൽ അങ്ങനെയാണ് ഇവിടെ എഴുതി തന്നെ അതൊരു സെന്റൻസ് ആക്കിയിട്ട് ചെയ്ത്. ഇവിടെ ലിസ്റ്റാ ചെയ്തത്, ഇവിടെ എന്ത് ചെയ്യണം? സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ആക്ടിവിറ്റി 7. Read the words given in the bubble. ബബിളിൽ കൊടുത്തത് കണ്ടോ? What is that? Find out the word that are related to the encircled words. എന്താ ചെയ്യേണ്ടത്? ഈ ബബിൾ കൊടുത്തത് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. വേർഡ് കണ്ടെത്തണം ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ എൻസർക്കിൾഡ് വേർഡ്. ഈ എൻസർക്കിൾഡ് സർക്കിൾ ചെയ്ത വേർഡിനെ റിലേറ്റ് ചെയ്ത വേർഡ്സ് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, വെരി സിമ്പിൾ ആണ്. Then activity 8. Is the sentence given below, rewrite them using hardly. One is done for you. ഹാർഡ്ലി എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നെഗറ്റീവ് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. The king showed him the grain but the man could not see it. The king showed him the grain. ഗ്രെയിൻ കാണിച്ചു കൊടുത്തു, but the man could not see it. അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതെങ്ങനെ ഹാർഡ്ലി വെച്ചിട്ട് എഴുതി നോക്കൂ. എക്സാമ്പിൾ ഇതാ, king showed him the grain but man could hardly see it. could not എന്ന് ഒഴിവാക്കിയിട്ട് ഹാർഡ്ലി എന്ന് വെച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ എന്താണ് നോട്ടിന് എഴുതിയ പോലെ ചോദിക്കണ്ട. ലാംഗ്വേജ് സ്റ്റൈലിഷ് ആകണമെങ്കിൽ ഇങ്ങനെ എഴുതണം, എന്നാലും സ്റ്റൈലിഷ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ കുഡ് ഹാർഡ്ലി കണ്ടോ, നോട്ട് സിമ്പിൾ ആയിട്ട് മാറ്റിട്ട് ഹാർഡ്ലി വെച്ചെടുത്തപ്പോ യെസ്, സിമ്പിൾ അല്ലേ. അതേപോലെ ബാക്കി എഴുതുക, 1 to 4 എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 9. Read the following sentence in the form of the story. ഒരു സ്റ്റോറിയുടെ രൂപത്തിൽ ഈ സെന്റൻസ് വായിക്കണം. ഓക്കെ, എന്താണ്? The grain was as large as hen's egg ആണ് അല്ലേ. We can split the sentence into two. The grain was as large as hen's egg. Grain, ഈ grain ആയിരുന്നു, as large വലിയതായിരുന്നു. ഏത് രൂപത്തിൽ? large as hen's egg, ഒരു പിടക്കോഴിയുടെ മുട്ട പോലെ. അപ്പൊ എന്താണ്? വലുത് എന്ന രൂപത്തിൽ, അതുപോലെ മുട്ട എന്ന രൂപത്തിൽ, രണ്ട് രൂപത്തിലുണ്ട് അല്ലെ. യെസ്, ഇതെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് രണ്ടെണ്ണം ആക്കുന്നതിനാണ് സ്പ്ലിറ്റ് എന്ന് പറയുക. ഓക്കെ, യു ക്യാൻ the hen. Okay, ഇത് ഈ സെന്റൻസ് ഒരൊറ്റ സെന്റൻസ് ആണല്ലോ. ഈ കാണുന്ന സെന്റൻസ് ഒരൊറ്റ സെന്റൻസ് ആണ്, പക്ഷെ ഇത് രണ്ട് സെന്റൻസ് ആക്കാം. നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാക്കുക. ഫസ്റ്റ് വൺ, the grain was large. ഗ്രെയിന് ലാർജ് ആയിരുന്നു. Then the hen's egg was large. ഹെൻസിന്റെ എഗ്ഗും ലാർജ് ആയിരുന്നു. Then now find out the appropriate pair of sentence. ഈ appropriate pair of sentence കണ്ടെത്തുക. Table and combine using as one is done for you. എന്താ ചെയ്യാ? ആസ് ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ട്, ആസ് എന്ന് പറഞ്ഞാൽ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്ന നിലയിൽ എന്നൊക്കെയാണ് അർത്ഥം. ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് വൺ, കിഷോർ ഈസ് ടാൾ. അതിന്റെ ആൻസർ എന്താ? ആനന്ദ് ഈസ് ടാൾ ടു. ആനന്ദും വലുതാണ്, കിഷോറും വലുതാണെന്ന് കിട്ടി. അതേപോലെ ബാക്കി നിങ്ങൾ എഴുതുക. എന്താ പറഞ്ഞത് മനസ്സിലായോ? ആസ് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത്. നൗ ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് പെയർസ് ഓഫ് സെന്റൻസ്. സെന്റൻസിന്റെ പെയർ, ജോഡി കണ്ടെത്താനാണ്. From the table and coming using as one is done for you. as വെച്ചിട്ട് എഴുതണം. ഇവിടെ നോക്കി എഴുതിയത് ഇത് ഈ രണ്ട് സെന്റൻസ്. കിഷോർ ഈസ് ടാൾ, കിഷോർ വലുതാണ്, നല്ല നീളമുള്ള ആളാണ്. ആനന്ദ് ഈസ് ടാൾ ടു, ആനന്ദും ടാൾ ആണ്. അപ്പൊ ഇവിടെ എഴുതിയത് കിഷോർ ഈസ് ടാൾ.
കിഷോർ ഈസ് ആസ് tall as ആനന്ദ്. കണ്ടോ, ഇത് ഈ രണ്ട് സെന്റൻസ് കൂടി ആസ് വെച്ചിട്ട് എഴുതുകണ്ടോ. കിഷോർ ഈസ് ആസ് tall as ആനന്ദ്. കിഷോർ ആനന്ദിനെ പോലെ വലിയ ആളാണ് എന്നർത്ഥം. ഓക്കെ, അതേപോലെ ബാക്കിയും നിങ്ങൾ 1 to 5 എഴുതുക. Okay, that's all. Thank you. Have a nice day.